തിരക്കുള്ള ഒരു സൺഡേയിലെ കുറച്ച് കേക്ക് ഓർഡേഴ്സും അതുപോലെ ഹാമ്പറും ബ്രൗണിയുടെയൊക്കെ ഓർഡേഴ്സും ഞാൻ എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളൊരു വീഡിയോ ആണിത്. ഈ ഒരു ദിവസം നമുക്ക് ചെയ്ത് തീർക്കാനുള്ളത് 2 ഹാമ്പേഴ്സ് ആണ്. ഞാൻ ഈ ഒരു 5 ഇയേഴ്സിന്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്വീറ്റ്സ് വെച്ചിട്ടുള്ള ഒരു ഹാമ്പർ ചെയ്യുന്നത്. ഇന്ന് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് തന്നെ ചെയ്തതാണേ. അപ്പോൾ 5 മണിക്ക് രാവിലെ എണീറ്റ് ഈ ഒരു ഡേ തുടങ്ങിയത് ഞായറാഴ്ച. പക്ഷേ ഈ 5 മണിക്ക് നമ്മൾ എണീറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തലേ ദിവസം ഒരുപാട് കാര്യങ്ങൾ നേരത്തെ ഫിനിഷ് ചെയ്ത് വെക്കണം. കാരണം ഈ സൺഡേയിൽ എനിക്കൊരു കല്യാണമുണ്ട്. കല്യാണം കുറച്ച് ദൂരെയാണ്. അപ്പോൾ പോയിട്ട് വരുന്ന ഒരു ഗ്യാപ്പിൽ ആ ഒരു ടൈമിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രാവിലെ കൊടുക്കേണ്ട 2 കേക്ക്സ് ഉണ്ട്, ഒരു ഹാമ്പർ ഉണ്ട്. ഈവനിങ് കൊടുക്കേണ്ട 2 കേക്കും അതുപോലെ തന്നെ ഒരു ബ്രൗണിയും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം തലേ ദിവസം തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എനിക്ക് തലേ ദിവസം ഒരു കേക്കിന്റെ ഓർഡർ എന്തോ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തലേദിവസം രാവിലെ ഈ ഒരു കേക്ക്സിന്റെ എല്ലാം ബേക്കിംഗ് രാവിലെ തന്നെ ഫിനിഷ് ചെയ്ത് വെച്ചു. അതിനുശേഷം അന്നത്തെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് മക്കൾക്ക് സ്കൂൾ ഉണ്ടായതുകൊണ്ട് അവരെ കൊണ്ടുവിടലും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ടൈമിലാണ് ഫില്ലിങ് കൊടുക്കാനും കേക്ക് ക്രം കോട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് നിന്നത്. എന്നിട്ട് ഈ ക്രം കോട്ട് എല്ലാം കഴിഞ്ഞ് ഫൈനൽ ഫിനിഷിങ്ങും കൂടെ കഴിഞ്ഞിട്ടാണ് അന്നത്തെ ദിവസം കിടന്നത്. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ 5 മണിക്ക് എണീറ്റപ്പോൾ നമുക്ക് ഭയങ്കര ഹെക്റ്റിക് ഒരു ഡേ അല്ല. കുറച്ച് കാമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ എല്ലാം വീഡിയോസ് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. അത് കൂടാതെ മെയിൻ ഒരു പാർട്ട് എന്ന് വെച്ചാൽ പിറ്റേന്ന് ദിവസം കൊടുക്കാനുള്ള കേക്കിന്റെ പാക്കിംഗ് കവേഴ്സും നൈഫും കാര്യങ്ങളും ഒക്കെ നമ്മൾ എത്രണ്ണം ഉണ്ടോ അത്രയും പാക്കിംഗ് കവേഴ്സ്, ചിലതിന്റെ 12 ബോക്സ് ആയിരിക്കും, ചിലതിന്റെ നോർമൽ ആയിരിക്കും. അതൊക്കെ നേരത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്നതൊക്കെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ കുറച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കുറെ ഈസി ആവും. നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് ഒരു വിന്റേജ് തീമിലുള്ള അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് രാവിലെ തന്നെ കൊടുക്കാനുള്ള ഒരു റോസറ്റ് ഡിസൈൻ വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. ഇത് കസ്റ്റമർ റെഫറൻസ് ഒന്നും പറഞ്ഞില്ല, എന്റെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്തതാണ്. ഈ സൈനസ് ഹോംബേക്സിന്റെ വെരി തേർഡ് ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു റോസറ്റ് ഡിസൈൻ ആണ്. ഈ ഒരു റോസറ്റ് ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നുമല്ലോ കേക്കിനകത്ത് ഇങ്ങനെ വരച്ചു വരുമ്പോൾ. അപ്പൊ ആദ്യ സമയത്ത് ഒരു 5 വർഷം മുന്നേ ഈ കേക്കൊന്നും അങ്ങനെ കോമൺ അല്ല. അധികം അങ്ങനെ കസ്റ്റമൈസ്ഡ് ഡിസൈൻസ് ഒക്കെ ചെയ്ത് ഹോം ബേക്കേഴ്സിന്റെ ഒക്കെ ആ ഒരു യുഗം തുടങ്ങുന്ന സമയമാണ്. ആ ഒരു സമയത്ത് ഈ ഒരു ഡിസൈൻ കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് അത്യാവശ്യം ഒരു റീച്ച് കിട്ടിയതും കുറേയൊക്കെ വർക്ക് കിട്ടിയതും എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു ഡിസൈൻ ആണിത്. അങ്ങനെ ഈ ഒരു കേക്കിന് ആ ഒരു ഡിസൈൻ കൊടുത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തൊരു പീച്ച് ഷെയ്ഡാണ് കളർ കൊടുത്തത്. ഒരു സിമ്പിൾ ആൻഡ് എലഗന്റ് കേക്കാണ്. അപ്പൊ ഇതിന്റെ തന്നെ ഒരു പിങ്ക് കളറിൽ ഹേർട്ട് ഷേപ്പ് കേക്കിൽ റോസറ്റ് വരയ്ക്കുന്ന കുറച്ച് പാടാണ്. അങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. എന്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് ബേക്കേഴ്സ് ഒക്കെ എന്നോട് ചോദിക്കും ഈ റോസറ്റ് ഡിസൈൻസ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു, ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും കുഴപ്പമില്ല. അതിനുശേഷമാണ് 2 കേക്ക് ഫിനിഷ് ചെയ്ത് വെച്ചു. അതിനുശേഷമാണ് ബ്രൗണി ബേക്കിങ്ങിന് വേണ്ടി കയറിയത്. ബ്രൗണി എപ്പോഴും അന്നത്തെ ദിവസം കൊടുക്കാനുള്ള ബ്രൗണി അന്ന് തന്നെയാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. അങ്ങനെ ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗണി ചെയ്തു ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഹാമ്പേഴ്സ് 2 ഫോട്ടോ ഒക്കെ എടുത്ത് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ എപ്പോഴും നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഈ ഐറ്റം ഇപ്പൊ കേക്ക് ആയിക്കോട്ടെ, ഹാമ്പർ ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് കാണുന്നു, കസ്റ്റമറിന് അത് ഡെലിവറി ചെയ്യുന്നു. മറ്റുള്ള ആൾക്കാരെ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് കാണുന്ന ഫോട്ടോസ് പൈ ആണ്. അപ്പൊ ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറച്ച് അടിപൊളിയായിട്ട് കുറച്ച് സമയം എടുത്ത് മെനക്കെട്ടെടുത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. എന്നാലേ നമ്മുടെ ആ ഒരു വർക്കിന്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളെല്ലാം കണ്ടിട്ടാണ് നമുക്ക് പിന്നെയും ഓർഡേഴ്സ് വരുന്നത്. നമ്മുടെ ഈ ഒരു ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് കുറച്ച് ടെംപ്റ്റിംഗ് ആയിട്ട്, ഇപ്പൊ ചോക്ലേറ്റ് കേക്ക് ഒക്കെ കാണുമ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കും, കുറച്ച് ടെംപ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നുന്നു. അത് ആ വീഡിയോയ്ക്കകത്തും ഫോട്ടോയ്ക്കകത്തൊക്കെ ഒരു വലിയൊരു പങ്കുണ്ട് അതിന്. അപ്പൊ അങ്ങനെയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. പിന്നെ ഉള്ളത് ഒരു മാഷ ആൻഡ് ദ ബിയർ തീമായിരുന്നു. ഈ കേക്കും നേരത്തെ കാണിച്ച റോസറ്റ് ഡിസൈനിലുള്ള കേക്കും ആണ് നമുക്ക് രാവിലെ കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പൊ ഈ കേക്ക് ആദിനാട് വന്ന ഓർഡറാണ്. നമുക്കൊരു 18 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അവർക്ക് മോൾക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഓർഡർ വന്നൊരു കസ്റ്റമറാണ്. മിൽക്കി ബട്ടർ സ്കോച്ച് ആണ് ചൂസ് ചെയ്തത്. അപ്പൊ അവര് നല്ല ഒരു പെരുമാറ്റമായിരുന്നു. അവർക്ക് ദൂരം എത്രയായാലും ഡെലിവറി ചാർജ് എത്രയായാലും പ്രശ്നമില്ല, കേക്ക് അതുപോലെ തന്നെ അങ്ങ് എത്തിച്ചു കൊടുത്താൽ മതി എന്നായിരുന്നു. എന്റെ വാപ്പാണ് കേക്ക്സ് എല്ലാം കൊണ്ട് ദൂരെയൊക്കെ ഡെലിവറിക്ക് വേണ്ടി പോകുന്നത്. ടയർ കേക്ക്സ് ആണെങ്കിൽ ഞാനും കൂടെ പോകും. ഇങ്ങനെ ടോൾ കേക്ക്സ് ഒക്കെ സേഫ് ആയിട്ട് പതുക്കെ കൊണ്ട് കൊടുക്കും. കുഴപ്പമൊന്നുമില്ല, ഇതുവരെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അപ്പോൾ കേക്ക്സിന്റെ എല്ലാം രാവിലെ കൊടുക്കേണ്ട കേക്ക്സിന്റെ ഒക്കെ പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നോർമൽ ഹൈറ്റുള്ള കേക്ക് നോർമൽ ബോക്സിലും, ടോൾ കേക്ക്സ് എപ്പോഴും ആ ഒരു ടോൾ കേക്കിന്റെ പാക്കിങ്ങിലും ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് സേഫ് ആയിട്ടുള്ള ഡെലിവറിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പാക്കിങ്ങിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ 2 ബോക്സസ് കൂട്ടിച്ചേർത്തുള്ള പാക്കിങ്ങിലൊക്കെ കേക്ക് കൊടുത്തു വിടുമ്പോൾ
അത് സേഫായിട്ട് എത്താൻ നമുക്ക് കുറച്ച് ടെൻഷൻ പാർട്ടോടാണ്. ഇതിപ്പം കേക്ക് കൊണ്ടുപോകുമ്പോൾ ഇപ്പം കാണാൻ പറ്റും. ആ ഒരു വിൻഡോ ബോക്സ് ഒക്കെ ആണെങ്കിൽ കാണാൻ പറ്റും. അപ്പം സേഫായിട്ട് അവർക്ക് അവിടെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനുശേഷം നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടാണ് ഈ ഒരു വിൻറ്റേജ് ടൈപ്പ് കേക്ക് കൊടുത്തത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ഡിസൈൻ ആദ്യമായിട്ട് ചെയ്യണം. അപ്പോൾ 1/2 kg ആയതുകൊണ്ട് തന്നെ ആ ഒരു ഹസ്ബൻഡ് എന്നുള്ള വേർഡ് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുപെട്ടു. പിന്നെ അതിനുശേഷം ഒരു വെഡിങ് കേക്ക് ആയിരുന്നു. അതും ഒരു സിമ്പിൾ ആൻഡ് മിനിമൽ. ഇത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് അത്രയും ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ചെയ്തത്. അപ്പോൾ അതും ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തു വിട്ടു. അത് നമ്മൾ തന്നെയാണ് ഡെലിവറി ചെയ്തത്. പിന്നെ ഈ ബ്രൗണിയും കൂടി ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു കുറച്ചധികം തിരക്കുള്ള ഒരു ദിവസം.